തൃശൂരിൽ നായാട്ട് സംഘം പിടിയിൽ എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചി വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് വനംവകുപ്പ് പിടികൂടിയത്. റിട്ടയർഡ് എസ് ഐ അടക്കമുള്ളവർ സംഘത്തിൽ നിന്നും കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പെരുമാളിനെ രണ്ടാമതും നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങിയത്, രണ്ടാമത്തെ കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ഉൾപ്പെട്ട കൂടുതൽ കേസുകളുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതനുസരിച്ച് ഒരു 3 കേസിലെ കൂടി പ്രതിയായി ഇയാൾ മാറിയിട്ടുണ്ട്. നിലവിൽ കുത്താമ്പള്ളി ഭാഗത്ത് കഴിഞ്ഞ മാസം ഒരു സ്ഫോടനം നടത്തി ഒരു പന്നി കൊല്ലപ്പെട്ടിരുന്നു. അന്ന് അതിനെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ തെളിവെടുപ്പിനിടയിൽ ഈ പെരുമാൾ അയാൾ എവിടെയൊക്കെ സ്ഫോടക വസ്തു വെച്ചിരുന്നു എന്ന് കാണിച്ചു തന്ന കൂട്ടത്തിൽ ഈ സ്ഥലത്തും നമ്മളെ കൊണ്ടുവന്നിരുന്നു. അത് കാണിച്ചു തന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിലെയും പ്രതി പെരുമാളാണെന്ന്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇവരെങ്ങനെയാണ് വലയിലായത്? ഇവരിൽ നിന്ന് ഇറച്ചി വാങ്ങുന്നവരിൽ റിട്ടയർഡ് SI ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അവരൊക്കെ ഇവരിൽ നിന്ന് ഈ ഇറച്ചിയൊക്കെ വാങ്ങുന്നത്? ഈ ഫെബ്രുവരി 18 പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കുട്ടിക്ക് പന്നിപ്പടക്കം പൊട്ടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്ധ്ര സ്വദേശിയും അതുപോലെ തന്നെ കുത്താമ്പള്ളിയിൽ സ്ഥിരതാമസക്കാരനുമായ പെരുമാളിനെ ഈ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. അതിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ നായാട്ടിന് വേണ്ടി ഇവർ ഈ കാട്ടുപന്നികളെ വേട്ടയാടുകയായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇവർ ഈ കാട്ടുപന്നികളെ പലപ്പോഴും ഈ പന്നിപ്പടക്കം ഉപയോഗിച്ച് ഈ പിടികൂടുകയും അതിനുശേഷം ഇതിനെ വിൽക്കുകയുമായിരുന്നു, ഈ ഇറച്ചി വിൽക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പെരുമാളിന്റെ നേതൃത്വത്തിൽ ഈ വിൽപ്പന നടത്തി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേരെ ഇതിനോടകം തന്നെ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ മുഖ്യപ്രതിയായ പെരുമാളിന്റെ മരുമകൻ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ പെരുമാളിന്റെ മരുമകന്റെ നേതൃത്വത്തിലായിരുന്നു ഈ വിൽപ്പനയെല്ലാം ഉണ്ടായത്. TK സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിലെ സബ് ഇൻസ്പെക്ടറായ രമണനാണ് പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹം 8 കിലോ ഇറച്ചി ഇവരിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് അയച്ചു കൊടുത്ത പണത്തിന്റെ രേഖകളടക്കം വനംവകുപ്പിന്റെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ ഇറച്ചി കടത്താൻ ഉപയോഗിച്ച വാഹനവും വനംവകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. കാട്ടുപന്നിയുടെ ഇറച്ചിയാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ ഇറച്ചി വാങ്ങിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ നായാട്ട് സംഘവും അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് ഇറച്ചി വാങ്ങിയ ആളുകളുമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലായിരിക്കുന്ന TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.